രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ശാപം നിൽക്കത്തില്ല. ബട്ട് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ അറിയാതെ കിടക്കുന്ന ഇന്നലകളിൽ വന്ന ശാപത്തിലൂടെ വന്ന് കയറിയ ചില ഡിമോണിക് സ്പിരിറ്റുകൾ അതിന് നമ്മുടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാവിലൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല. ബട്ട് നമ്മുടെ പ്രാണനിലോ നമ്മുടെ ശരീരത്തിലോ അവ ഒതുങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു വീടിനകത്ത് 3 റൂം പോലെയാണ് നമ്മുടെ ശരീരത്തെ പ്രാണൻ, ആത്മാവ്, ഹല്ലേലൂയ, ദേഹം എന്നുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ആത്മാവ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടാലും ഒരു പക്ഷേ ഈ ഡിമോണിക് സ്പിരിറ്റുകൾ ഒതുങ്ങിയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വിട്ടുമാറുന്ന പിശാച് അതല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യത വരുന്നത്. പലപ്പോഴും വിടുതലുകൾ നിലനിൽക്കാത്തത്, വിട്ടുമാറിയ രോഗങ്ങൾ തന്നെ വീണ്ടും വരുന്നതും ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള റീസൺസ് കിടക്കുന്നത് കൊണ്ട് ഈ പൈശാചിക മണ്ഡലങ്ങൾ അകത്തിരുന്നു കൊണ്ട് പറയും ഞാൻ പോകത്തില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. പഴയ കാലം മുതൽ കിടക്കുന്ന ചില വിഷയങ്ങൾ അവന് ലീഗലായിട്ടൊരു അതോറിറ്റി നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നമുക്ക് വിരോധമായി വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. സദൃശവാക്യങ്ങൾ നമ്മൾ പഠിച്ചു. 26-ന്റെ 2-ാമത്തെ വാക്യം കുരുകിൽ പാറിപ്പോകുന്നതും ഹല്ലേലൂയ മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം ഫലിക്കയില്ല എന്ന് പറഞ്ഞു. ശാപം മുഖാന്തരമായി ഏതെങ്കിലും ഡിമോണിക് സ്പിരിറ്റുകൾ വിരോധമായി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി പോകണമെന്നില്ല. ഇവന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അടിച്ചു പുറത്താക്കിയാലേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർ ഈ വാടക വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഗുസ്തി ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. അറിയത്തില്ലേ? ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ മാറത്തില്ല, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഒത്തിരിയും വ്യത്യാസമുണ്ട്. 11 മാസമാകുമ്പോൾ പുതുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് വ്യത്യാസം. മുമ്പൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റിയുടെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 10 വർഷത്തോളം ഒരു വാടക വീട്ടിൽ താമസിച്ചിട്ട് ഇത് ഞങ്ങളുടെ വീടാ, മാറത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ചിലതിങ്ങനെ കുടിയിരുന്ന് അങ്ങ് ഇരുന്ന് കളയും, മാറിപ്പോകാതെ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഇവൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. അതിനേതെങ്കിലും ലീഗൽ റൈറ്റ് നമ്മളിൽ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഹല്ലേലൂയ വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയും. അതിൻ്റെ ലീഗലായി വരാനുള്ള അവകാശത്തെ ഹല്ലേലൂയ. അതിൻ്റെ ദാവീദിൻ്റെ കാര്യം പറഞ്ഞു. ദാവീദ് പാപം ചെയ്തിട്ടല്ലായിരുന്നു ദാവീദിൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിനകത്ത് ക്ഷാമം വന്നത്. ശൗൽ ദാവീദിന് മുൻപേ ഭരിച്ചിരുന്ന ശൗൽ ഗിബെയോനെ ഉപദ്രവിച്ചത് കൊണ്ട് ആ ശാപം ഇസ്രായേലിൻ്റെ മേൽ വന്നു. 3 വർഷത്തെ ക്ഷാമം ഇസ്രായേൽ വന്നു. ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഗിബെയോന്യരുടെ ശാപമാണ്. അത് പരിഹരിച്ചപ്പോൾ ദൈവം ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടരുളി. അപ്പോൾ അതിനു മുമ്പ് ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കാൻ വയ്യായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, പക്ഷെ മറുപടി കൊടുക്കാൻ സമ്മതിക്കാതെ പിശാച് തടഞ്ഞു വെച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ശാപത്തിന്റെ പുറകിൽ കിടന്ന സ്പിരിറ്റ് തടഞ്ഞു വെച്ചു. അതുകൊണ്ട് വിടുതൽ ലേറ്റായി. ഹല്ലേലൂയ. അതെപ്പോഴാണോ ക്രമീകരിച്ചത് അന്നേരം എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ മേൽ വിടുതൽ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ലൈഫിനകത്തും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു കിടക്കുന്നതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിടുതൽ എടുക്കണം. പിശാചിന് നമ്മുടെമായുള്ള ലീഗലായിട്ടുള്ള ഹല്ലേലൂയ ലീഗലായിട്ടുള്ള അതോറിറ്റിയെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ വിഷയങ്ങളുമായി നമ്മൾ പറഞ്ഞു. അബ്രഹാമിൻ്റെ സന്തതിയാൽ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ശാപം കിടക്കുന്നത് നമ്മൾ അതിനെന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ കുടുംബജീവിതം സന്തോഷകരമായി പോകുന്നില്ല, ഡിവോഴ്സുകൾ നടക്കുന്നു, കുഞ്ഞുങ്ങളിൽ വിവാഹം കഴിഞ്ഞ് ദീർഘനാളുകൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുക, അടിക്കടിയുള്ള മിസ്കാരേജ് മീൻസ് ഗർഭഛിദ്രങ്ങൾ, കുഞ്ഞുങ്ങൾ ഉരുവാകുന്നുണ്ട്, തലമുറയായി ലഭിക്കുന്നില്ല. ദെൻ കുടുംബത്തിനകത്ത് ഹസ്ബൻഡ് വാഴുന്നില്ല, വൈഫ് വാഴുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ പുറകിൽ ഒരു ശാപം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബ്രേക്ക് ചെയ്യണം. പാരമ്പര്യമായി കിടക്കുന്നത് 2 തരത്തിലുള്ള ശാപങ്ങളുണ്ട്. ഒന്ന് പാരമ്പര്യ ശാപങ്ങളുണ്ട്, 2 നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുവന്ന ശാപങ്ങളുണ്ട്. അതിൽ പാരമ്പര്യ ശാപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ പാരമ്പര്യ ശാപങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ മാരേജുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ റീസണായിട്ട് കിടക്കുന്നെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ വരുന്നത് ചില വിഷയങ്ങൾ പുറകിൽ കിടക്കുന്നത് കൊണ്ടാണ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഈ തകർച്ചകൾ കാണുന്നതെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് സാമ്പത്തികം നിൽക്കാത്ത അവസ്ഥ, ജോലിയുണ്ട്, സമ്പത്ത് നിൽക്കുന്നില്ല. ഹല്ലേലൂയ. അധ്വാനം അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യാൻ അറിയാം, ജോലിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. പല ജോലികൾ മാറി മാറി കയറുന്നു. 2 മാസം ഒരു ജോലി, അടുത്ത 4 മാസം മറ്റൊരു ജോലി. ഒരു റീസണും ഇല്ലാതെ പല വിഷയങ്ങൾ ഞാൻ കേൾക്കുന്നത്. റീസണും ഇല്ലാതെ ജോലി മാറി മാറി പോകുന്നു.
പോകുന്നു. ഉള്ള ജോലിക്ക് ആരോഗ്യത്തോടെ പോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പിന്നിലൊക്കെ ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ശാപങ്ങൾ ഉണ്ടാകാം. അതുപോലെ എത്ര അധ്വാനിച്ചിട്ടും നിക്ഷേപം വരുന്നില്ല, കൈ വരുന്ന സമ്പത്ത് ചിതറിപ്പോകുന്നു. ആമേൻ ലക്ഷങ്ങൾ വരുന്നാലും ആമേൻ ബാധ്യതയാണ് ബാക്കി നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശാപങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ പിറകിൽ ആമേൻ അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെടുത്ത് പറഞ്ഞു. ആമേൻ ബ്ലഡ് സാക്രിഫൈസ് പോലുള്ള ആമേൻ എന്താ പറയുക, പഴയകാല പിതാക്കന്മാർ ചെയ്ത ദൈവസന്നിധിയിൽ ആമേൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക മേഖലയെ ബ്ലോക്ക് ചെയ്തിരിക്കാം. അത് നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും. ആരോഗ്യപരമായ കേരകൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചാൽ ആമേൻ പാരമ്പര്യമായ രോഗങ്ങൾ, ആമേൻ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന രോഗങ്ങളല്ല. വലിച്ചു വാരി തിന്നിട്ട് കൊളസ്ട്രോൾ വരുന്നതിന് പാരമ്പര്യമായിട്ടൊന്നും പറയത്തില്ല. ആമേൻ അല്ലെങ്കിൽ കണ്ടമാനം മധുരം തിന്ന് ശരിയായ രീതിയിൽ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ മുന്നേ പ്രസംഗിച്ചിട്ടുണ്ട്. ആമേൻ അത് ചെയ്യാതെ വരുന്നതല്ല. ആമേൻ അനാരോഗ്യപരമായ കുടുംബത്തിനകത്ത് ആമേൻ തലമുറ എല്ലാവരിലേക്കും രോഗം വരുന്നെങ്കിൽ, ക്യാൻസർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു, ശ്വാസം മുട്ടൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു, അലർജിക് സംബന്ധമായ അസ്വസ്ഥതകൾ തലമുറകളിലേക്ക് കൈമാറി വരുന്നു. അതുപോലെ ആമേൻ ഷുഗർ, പ്രഷർ, മാനസിക അസ്വസ്ഥതകൾ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ഇതൊക്കെ എന്തിൻ്റെ കാരണമാകാം? പാരമ്പര്യമായി കിടക്കുന്ന ശാപങ്ങളുടെ കാരണമാകാം. ഹല്ലേലൂയ. അതുപോലെ വിട്ടുമാറാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ, ഹല്ലേലൂയ, ആമേൻ മദ്യപാനം, ആമേൻ അതുപോലെ ആമേൻ ആമേൻ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അഡിക്ഷൻസ് ഉണ്ടാകുന്നത്, ഇതൊക്കെ പാരമ്പര്യമായി കുഞ്ഞുങ്ങളിലേക്ക് ആമേൻ എന്ത് പറയാം ആമേൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആമേൻ ശാപങ്ങളാൽ ഉണ്ടാകുന്ന വിഷയങ്ങളായിട്ടുണ്ടാകാം, ആയിരിക്കാം. ആ വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് പ്രാർത്ഥിക്കണം. സോഴ്സസ് ഓഫ് കഴ്സസ് പഠിച്ചു. ദൈവത്തിൽ നിന്നുണ്ടാകാം, ദൈവത്തിൻ്റെ മനുഷ്യരിൽ നിന്നുണ്ടാകാം, സാത്താനിൽ നിന്നുണ്ടാകാം, സാത്താൻ്റെ മനുഷ്യരിൽ നിന്നുണ്ടാകാം. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പഠിക്കാത്തവരുണ്ട്, കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജ് എടുത്ത് ആമേൻ നിങ്ങൾ കേൾക്കുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ദൈവം എന്തുകൊണ്ട് ശാപം വരുന്നു? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനെ ശപിക്കുവാൻ കഴിയത്തില്ല. നമ്മളത് പഠിച്ചു. ബിലയാമിനെ ബാലാക്ക് ശപിക്കാൻ വിളിക്കുന്നുണ്ട്. ബാലാക്ക് പറയുക, ബിലയാമിനോട് ദൈവം പറഞ്ഞു, നീ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ ഹല്ലേലൂയ കാരണമുണ്ടെങ്കിൽ ശാപം വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ബിലയാം എന്ത് ചെയ്യുന്നറിയാമോ? ബാലാക്കിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ശപിക്കപ്പെട്ടവരാകാൻ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുമായി ആമേൻ ബന്ധമുണ്ടാക്കിയെടുക്കുക. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവരിലെ സ്ത്രീകളെ ഇവർക്കെടുക്കുകയും ഇവരിലെ സ്ത്രീകളെ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത് അവർ പാപം ചെയ്താൽ അവരെന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവരെ വീഴ്ത്താം. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ശപിക്കപ്പെട്ടവരാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വഴി ബിലയാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമേൻ ഇസ്രായേൽ മക്കളെ ഒതുക്കി കളയാൻ തക്കവണ്ണം ബാലാക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പിന്നത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ബിലയാമിനെ ശപിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനൊരു കാരണം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്പീഡ് കൂടി പോയോ? ഹല്ലേലൂയ. പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ ഓടിക്കുന്നത്. എനിക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് വരണം. ഓക്കെ. ഹല്ലേലൂയ. അപ്പോൾ ആ വിഷയത്തെ ശ്രദ്ധിക്കുക. ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു. ദൈവം കരുണയുള്ളവനാണ്. ദൈവം ആമേൻ ഹല്ലേലൂയ വിശ്വസ്തനാണ്. ദൈവം മഹാദയുള്ളവനാണ്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പിതാക്കന്മാരുടെ പാപം എന്ത് ചെയ്യും? 4ാം തലമുറ വരെ കണക്കിടും. അങ്ങനാണെങ്കിൽ ചില ശാപങ്ങൾ 4ാം തലമുറ വരെ കണക്കിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളിൽ വെച്ച് ഈ ശാപത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ തലമുറകളിലേക്ക് കടക്കാതെ, നമ്മൾ അനുഭവിച്ച വേദന, നമ്മൾ അനുഭവിച്ച ഭാരം നമ്മുടെ തലമുറകളിലേക്ക് വരാതെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇനി കേഴ്സസ്, കാരണങ്ങൾ, ശാപത്തിൻ്റെ കാരണങ്ങൾ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേച്ച് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വചനം മാത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്. ഹല്ലേലൂയ. എന്താ കേഴ്സസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആദ്യത്തെ കാര്യം അന്യദൈവാരാധന. അത് ഞാൻ 1-2 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഒത്തിരി പേരിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് 1-2 കാര്യങ്ങൾ. അന്യദൈവാരാധന എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കാതെ നമ്മുടെ അറിവില്ലായ്മയുടെ സമയത്തായിരിക്കാം അന്യദൈവങ്ങളെ, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കൈപ്പണിയാൽ ഉണ്ടാക്കുന്ന ദൈവങ്ങളുടെ മുൻപിൽ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാപകാരണമാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുക. ഞാൻ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പിതാക്കന്മാർ, എൻ്റെ കുടുംബത്തിനകത്ത് നോക്കിയാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അവരൊക്കെ ഹൈന്ദവ പാരമ്പര്യത്തിനകത്ത് വന്നവരാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ വിഷയം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വിഷയം ഇരുന്ന് പ്രാർത്ഥിച്ച് ഡെലിവറൻസ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പിന്നാമ്പുറങ്ങൾ നമുക്കത് നമ്മുടെ ഇതിൽ വെച്ച് ബ്രേക്ക് ചെയ്യാം. അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ ശാപങ്ങൾ പോകാതെ. ഹല്ലേലൂയ. അന്യദൈവാരാധന മീൻസ് ഒരു ബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത്
ഏത് മതമൊന്നുമില്ല. ഒരു ബിംബത്തിൻ്റെ മുൻപിൽ നിങ്ങൾ വണങ്ങുകയോ നിങ്ങളുടെ നന്മകളെ കൊണ്ട് നിക്ഷേപിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൂടെ അന്യദൈവാരാധനയുള്ള പാപം ശാപത്തിന് കാരണമായി നമ്മുടെ ഫാമിലിയിൽ കിടക്കുന്നുണ്ടാകാം. നമ്മളതിന് എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ സ്ഥാനം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യത്തില്ല? ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. കർത്താവ് മാത്രം, യഹോവയായ ദൈവത്തെ മാത്രമേ കർത്താവെന്ന് പറഞ്ഞു വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യാവൂ എന്ന് 10 കൽപ്പനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുള്ള കൽപ്പനയാണ്. ഹല്ലേലൂയ. കൽപ്പനാ ലംഘനം ശാപമാണ്. ആ കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുക, കർത്താവേ, എൻ്റെ ലൈഫിനകത്ത് ഇന്നലകൾ വന്നുപോയത് നിങ്ങളത് ഏറ്റു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റു പറയുക. പിന്നെ നമ്മൾ കുറച്ച് സമയം മാത്രമേ പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കത്തുള്ളൂ, ഒത്തിരി സമയം എടുക്കത്തില്ല. ഹല്ലേലൂയ. ഏറ്റു പറയുക, കർത്താവ് എൻ്റെ ലൈഫിനകത്ത് വന്ന കുറവിനെ കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് അങ്ങയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വചനം പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവഹിതമല്ലാത്ത ആരാധന എന്നിൽ നിന്ന് വെളിപ്പെട്ടു, എൻ്റെ പൂർവ്വപിതാക്കന്മാർ വെളിപ്പെട്ടു. അതിൻ്റെ അവകാശം പറഞ്ഞു ഒരു ശത്രുവിന് നിൽക്കാതിരിക്കേണ്ടതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടുണ്ടോ? ആ കരങ്ങൾ, 2 കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. Hallelujah. Then amen. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ടായിക്കോട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട്കോട്ടെ, ഭാഗ്യമായ പൂർണ്ണമായോ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം എന്തോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാൻ എടുത്ത തീരുമാനം നിവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ഏറ്റുപറയുക. ഹല്ലേലൂയ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. എന്നാൽ കഴിയുന്നത് പോലെ ഞാനത് നികത്തി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ വിഷയം പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. അതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിലോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലോ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. ആഭിചാരം ചെയ്തിട്ടുണ്ട്, രണ്ടിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ജനറേഷണൽ കേഴ്സിന് വേണ്ടി, നമ്മളിലൂടെ വന്നുപോയ കേഴ്സിന് വേണ്ടി ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പറഞ്ഞ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഭിചാരം എന്ന് പറഞ്ഞാൽ അടുത്തവനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, അവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടോ? ചെയ്തിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയുടെ മന്ത്രവാദം ചെയ്ത്, ഇന്ന കലശം ഇത്ര രൂപ കൊടുത്ത്, ഇന്ന ചരട് ജപിച്ചു വാങ്ങി കൈ കെട്ടിയ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടോ? മിണ്ടാണ്ടിരിക്കുവാണ്. ഉണ്ട്, താണ്ട് പുറകിൽ നിന്ന് അമ്മച്ചിയൊക്കെ കൈവെക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞാട്ടെ. ആഭിചാരം, കൈനോട്ടം, അത് ഒത്തിരി പേരും കാണും. കൈ ഉയർത്തോ, വിശ്വസ്തോടെ കൈ ഉയർത്തോ. ഹല്ലേലൂയ. ഇങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെയുണ്ട്, ഭാവി എങ്ങനെ, നാളെ എന്താവും, അടുത്ത വർഷം എന്താവും, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാടില്ല. ഓക്കെ, അതൊക്കെ എന്താണ്? ശാപത്തിന് കാരണമായിരിക്കാം. ഹല്ലേലൂയ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ദെൻ ബലഹീനരെയും പാവങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. ദൈവസന്നിധിയിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ അവർ മരിച്ചുപോയി, എൻ്റെ പിതാക്കന്മാർ മരിച്ചുപോയി, എൻ്റെ പപ്പായുടെ പപ്പ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ പപ്പയെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പപ്പയെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല എന്ന് പറയുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, ആമേൻ. പിന്നെ എങ്ങനെ നമുക്ക് ക്ഷമ ചോദിക്കാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ അവരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കും. ഹല്ലേലൂയ. എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മുടെ പിതാക്കന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമ ചോദിക്കും. ക്ഷമ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. എൻ്റെ പിതാക്കന്മാരോട് ക്ഷമിച്ച് ആ വിഷയത്തിനകത്തുനിന്ന് എനിക്ക് വിടുതൽ തരണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണ് വിടുതലെടുക്കുന്നത്. ഓക്കെ, ബലഹീനരെയും പാപങ്ങളെയും ഉപദ്രവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ ഒരു ഭാഗത്ത്, നമ്മുടെ ഇവിടെ ചർച്ചിനകത്തുള്ളത് തന്നെ ഒരു ഭാഗത്ത് പോയപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദേശത്തിനകത്ത് ഈ പഴയകാലത്ത് ഒട്ടന്മാരെന്ന്
പറയുന്ന ഒരു കൂട്ടർ ആമേൻ നാടോടികളായിട്ട് നടക്കുന്ന അവർ ഹല്ലേലൂയ ആമേൻ അവിടെ വെച്ച് ആമേൻ അവിടെ താമസിച്ചിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? രാത്രികാലം അവരെ ഉപദ്രവിച്ച് അവരുടെ വസ്തുവകൾ നശിപ്പിച്ച് വല്ലാതെ അവരെ ആമേൻ പീഡിപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. ആ ശാപം ആ ദേശത്തിനകത്ത് കിടക്കുന്നു. ആ ദേശം മുഴുവൻ പറയും ഞങ്ങൾ ശപിക്കപ്പെടാൻ കാരണം അവരുടെ ശാപമാണ്. ഹല്ലേലൂയ. അതുപോലെ എന്തെങ്കിലും ശാപങ്ങൾ ആമേൻ പഴയ കാലത്ത് ആരുടെയെങ്കിലും വസ്തുവകകൾ ആമേൻ നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നല്ല പൂർവ്വപിതാക്കന്മാർ എന്ന് വെച്ചാൽ അതിരുമാന്തി അപ്പുറത്തോട്ട് നീക്കി വെച്ചിട്ടുണ്ടേൽ ഹല്ലേലൂയ, അവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടേൽ ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ജോലി ചെയ്യിച്ചാൽ ഒരാളോട് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ജോലി ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൂർവ്വപിതാക്കൻ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയമാകും 1000 കൊടുത്തില്ല, പകുതി കൊടുത്തിട്ട് ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്നെങ്കിൽ അത് കുറവാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ഉറങ്ങിയില്ലല്ലോ? ഹല്ലേലൂയ. നിങ്ങൾ ഉറക്കിക്കളയുന്ന പാസ്റ്റർ പരാതി. ഹല്ലേലൂയ. അതിൻ്റെ പകുതി നമ്മുടെ കയ്യിലിരിക്കുന്നെങ്കിൽ അതെന്താണ്? അവർക്ക് അവകാശപ്പെട്ട് നമ്മളെ പിടിച്ചു വെച്ചേക്കുകയാണ്. അവർ അശരരാണ്. അവർക്ക് നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് വാദിച്ച് നിൽക്കാൻ പറ്റിയില്ല. അവരൊരു പക്ഷേ മനസ്സിൽ വാങ്ങി അത് കയ്യിൽ വാങ്ങി നീറിക്കൊണ്ട് പോകും. അതിൻ്റെ ശാപം എന്താണ്? നമ്മുടെ ലൈഫിനകത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ അറിവില്ലെങ്കിൽ കർത്താവേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണമെന്ന് പറയുക. ഓക്കെ. അല്ല ദെൻ മിസ്യൂസിങ് വുമൻസ് ആൻഡ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളോടോ ആമേൻ സഹോദരിമാരോടോ ഉള്ള പൂർവ്വപിതാക്കന്മാർ എന്തെങ്കിലും മോശമായി പെരുമാറി അങ്ങനെയുള്ള ശാപങ്ങൾ കുടുംബത്തിനകത്ത് വന്നു കിടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ എന്ത് പറയണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ മാപ്പ് പറയാൻ പോകുക ദൈവസന്നിധിയിൽ. ദെൻ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിനകത്തുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഏറ്റു പറഞ്ഞോണേ. ആമേൻ. മാതാപിതാക്കളെ ബഹുമാനിച്ചു. നമുക്കറിയത്തില്ലേ അപ്പൻ്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച മകൻ, ഹല്ലേലൂയ, അങ്ങനെ വരുമ്പോഴേക്ക് അപ്പൻ്റെ ശാപം ഇവരുടെ തലമേൽ വന്നാൽ അതെന്ത് ചെയ്യും? അടുത്ത ജനറേഷനിലോട്ടും വരും. ഹല്ലേലൂയ. നമ്മുടെ അപ്പനോ പപ്പയോ അമ്മയോ അങ്ങനെ ആരെങ്കിലും അവരെ വേദനിപ്പിച്ച് ഏതെങ്കിലും ശാപങ്ങൾ ഇവിടെ തലമേലുണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ പറയുക, അവർക്ക് വേണ്ടി ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദെൻ കൊലപാതകം. ആമേൻ. കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ആമേൻ. കുടുംബത്തിനകത്ത് ഏതെങ്കിലും ആമേൻ ഹല്ലേലൂയ അബോർഷൻ പോലുള്ളത് അകാരണമായി നടന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനെയും എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കൊലപാതകത്തിൻ്റെ കൂടെയാ ആമേൻ വരുന്നത്. ഹല്ലേലൂയ. അതിനെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ദൈവഹിതമല്ലാത്ത ആമേൻ ആമേൻ എന്തു പറയുക സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആമേൻ കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു പറഞ്ഞു അത് ആമേൻ ഹോമോസെക്ഷുവാലിറ്റി, മൃഗങ്ങളുമായുള്ളത്, വിവാഹത്തിന് പുറത്തുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, ആമേൻ ഉപേക്ഷിക്കുക. ദെൻ ആമേൻ ദൈവജനത്തെയും ദൈവത്തെയും കുറ്റം പറയുന്നത് അത് പാപമാണ്. ആമേൻ. അത് അങ്ങനൊരു ശാപം അവൻ പൂർവ്വപിതാക്കന്മാരുടെ സമയം മുതൽ നമ്മുടെ തലമേൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ആമേൻ. ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വിരോധമായി മാതാപിതാക്കൾ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മയോ അപ്പൂപ്പനോ അമ്മമ്മയോ അങ്ങനെ എന്തെങ്കിലും അവരാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഈ കേൾക്കുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആമേൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കുറ്റം പറയാൻ പാടില്ല. അവർക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന അവർക്ക് വിരോധമായിട്ടല്ല, അവരെ വിളിച്ചിറക്കിയ ദൈവത്തിന് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി സംസാരിച്ചാൽ അത് നമ്മുടെ ലൈഫിനകത്തുള്ള കുറവാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ദെൻ മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവർക്ക് അവകാശപ്പെട്ട കൂലി പിടിച്ചു വെക്കുന്നത്, അവരുടെ നന്മ എടുക്കുന്നത്, അവരുടെ അനുഗ്രഹങ്ങളെ നമ്മൾ മോഷ്ടിക്കുന്നത് അത് ശാപകാരണമാണ്. ഇനി ഒന്ന് ദൈവത്തിൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നത്. അതെന്താ കാര്യം? ദശാംശം ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. കൃത്യമായി ദശാംശം കൊടുക്കുന്നവരെന്ന് വലം കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോഷ്ടിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ്. ആമേൻ. കർത്താവിൻ്റെ വക മോഷ്ടിക്കരുത്. അല്ല, നിങ്ങളുടെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ 1 രൂപ ദൈവത്തിനുള്ളതാണ്. ആമേൻ. അത് ദൈവസന്നിധിയിൽ കൊടുക്കുക. ഓക്കെ. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുക. ദൈവത്തിൻ്റെ സമ്പത്ത് മോഷ്ടിക്കരുത്. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കർത്താവേ, അങ്ങേക്കുള്ളത് അപഹരിക്കാതെ ദൈവത്തിനുള്ളത് കൊടുക്കാൻ എന്നെ സഹായിക്കും. ദശാംശം കൊടുക്കണം. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കരുത്. ചിലർ പറയും എൻ്റെ 1,00,000 രൂപ എൻ്റെത് ഒരാളുടെ കയ്യിൽ അങ്ങ് അകപ്പെട്ടു പോയി, അത് കിട്ടുവാണേൽ ആമേൻ ഹല്ലേലൂയ അതിൻ്റെ പകുതി ദൈവത്തിന്. ഇങ്ങനെയൊക്കെ ആ എടുപ്പിലങ്ങ് നേരും. അപ്പോഴത്തെ ആ ഇഷ്ടത്തിലെ എങ്ങനെയും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നേ? നേരുന്നേ. കർത്താവിന് ദയ തോന്നിട്ട് അതങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോൾ വിചാരിക്കും
എല്ലാം കൊടുക്കണോ? എൻ്റെതല്ലേ എന്ന് പറഞ്ഞ് കുറച്ചെടുത്തിട്ട് കൊടുക്കുന്നു. മോഷ്ടിക്കരുത്. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളത് നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നത് ആമേൻ, അത് ആമേൻ ശാപത്തിന് കാരണമാണ്. അത് നമ്മൾ ബ്രേക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ നമ്മുടെ ലീഗൽ റൈറ്റ് ഉള്ളവരുടെ ശാപം നമ്മുടെ ലൈഫിനകത്ത് നോക്കി മാതാപിതാക്കളോട് എതിർത്ത് സംസാരിച്ചിട്ട് ശാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവരെ ധിക്കരിച്ചിട്ട് ശാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ. ഈ വിഷയങ്ങളിൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിടുതലെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. യാക്കോബിൻ്റെ ആമേൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഒന്നെടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. യാക്കോബ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്നെടുത്തൊരാൾ വേഗത്തിൽ വായിച്ചാട്ടെ. യാക്കോബ് 4:7 വാക്യം. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എല്ലാവരും എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞ്, എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ? ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിയേ, എന്നിട്ട് ചേർന്ന് പറഞ്ഞേ. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ, 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 ആമേൻ. നമ്മൾ ചെയ്യുന്നത് എന്തുവാണെന്നറിയാം? ഇനി ചെയ്യാൻ പോകും ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ സൗഖ്യത്തിന്, നമ്മൾ ദൈവസന്നിധിയിൽ വളരുന്നതിന്, അഭിഷേകത്തിൽ വളരുന്നതിന്, ദൈവത്തിൽ ശക്തിപ്പെടുന്നതിന് തടസ്സമായി കിടക്കുന്ന ആമേൻ സകലത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ആമേൻ ബ്രേക്ക് ചെയ്ത് പുറത്തു കളയാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. വിടുതൽ വേണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാ വിളിച്ചിരിക്കുന്നത്? എൻ്റെ അടുത്ത് ചേർന്ന് പറയാം, എന്തിനാ വിളിച്ചിരിക്കുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഹല്ലേലൂയ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തെ അച്ചാരമായി തന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഇതിന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമായി കിടക്കുന്ന മണ്ഡലങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആമേൻ ജയിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങണം. ആർക്കാ വിടുതലുള്ള? എല്ലാവർക്കും വിടുതൽ കിട്ടുമോ? ദൈവത്തിന് കീഴടങ്ങുന്നവർക്ക്. ഞാനിപ്പോൾ പ്രസംഗിക്കുക, ഇത് വേണമെന്നുള്ളവരുണ്ട്, വേണ്ടാത്തവരുണ്ട് ഇതിനകത്ത്. എനിക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എനിക്ക് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഈ വചനം പറഞ്ഞു, ചിലവർ ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. ഹല്ലേലൂയ. എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യാം? വിട്ടുകളയാം. ഐ ഡോണ്ട് കെയർ ദാറ്റ്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെങ്കിൽ, നിങ്ങൾക്കിത് താല്പര്യം, എനിക്ക് വിടുതലെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവസ്ഥാനം എനിക്കല്ല സമർപ്പിച്ചു തരുന്നേ, ദൈവസ്ഥാനം സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ എനിക്ക് വിടുതൽ. ഇല്ലേ, നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഉണ്ടോ? എനിക്ക് ഒരു നഷ്ടമില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിടുവിക്കപ്പെട്ടാലോ സന്തോഷം. കർത്താവ് തന്ന ദൗത്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്തു, അത് ഏറ്റെടുത്ത് ഒരു വ്യക്തിക്കെങ്കിലും അത് വിടുതലായാൽ ഐ ആം സാറ്റിസ്ഫൈഡ്. ഞാൻ സന്തോഷവതിയാണ്, ഞാൻ തൃപ്തയാണ്. കാരണം കർത്താവ് ഏൽപ്പിച്ചിട്ട് വെറുതെ ആയിപ്പോയെന്ന് പറയത്തില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഒത്തിരി സാക്ഷികൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സറണ്ടറായിട്ട് ദൈവിക വിടുതലിനെ നമ്മൾ റിസീവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇതിനകത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താലേ വിടുതലാകത്തുള്ളൂ. അത് ഏതൊരു വചനമായാലും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ നിങ്ങൾക്ക് വിടുതലാകും. നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിങ്ങളെ വിട്ടത് അടുത്ത വിടുതൽ ആവശ്യമുള്ളവരെ ഇപ്പോൾ എനിക്ക് വിഷയമില്ല. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ ഈ സമയം നമ്മൾ ഏറ്റുപറയാനും പ്രാർത്ഥിക്കാനുമായിട്ട് സമയമെടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്ഥലത്ത് സറണ്ടറായാൽ മാത്രമേ വിടുതലുണ്ടാകത്തുള്ളൂ. ഏത് വിഷയത്തിനും സറണ്ടറായാൽ മാത്രമേ വിടുതലുണ്ടാകത്തുള്ളൂ. കർത്താവേ, അങ്ങനെ ഒന്ന് എൻ്റെ ലൈഫിനകത്ത് എൻ്റെ നന്മയ്ക്ക്, അനുഗ്രഹത്തിന്, കുടുംബജീവിതത്തിന്, ആമേൻ സാമ്പത്തിക ഉയർച്ചയ്ക്ക്, ആമേൻ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി കിടക്കുന്നെങ്കിൽ സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്ത് എന്നെ പുറത്തെടുക്കണം. എൻ്റെ ജീവിതം ജയകരമായി മുമ്പോട്ട് പോകുന്ന തടസ്സമായി കിടക്കുന്നെങ്കിൽ സ്വർഗം അതിനെ ആമേൻ ഉടച്ചു മാറ്റിയിട്ട് എന്നെ വിടുവിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ക്ഷമിക്കാതെ നമുക്ക് ക്ഷമിച്ചു തരുമോ? ഇല്ല. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാം. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റ് നിന്നേ. വേണ്ടേ? ഒന്നിൽ സൗണ്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളത്
ആമേൻ. നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ. ഐ ഡോണ്ട് കെയർ ദാറ്റ്. നിങ്ങൾക്കിത് ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്കത് പ്രയോജനമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിൽക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കണം. നിങ്ങൾക്കത് പ്രയോജനപ്പെടണം. കണ്ണ് തുറന്നു വെച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാട്ടെ. നമ്മൾ ക്ഷമിക്കാതെ നമുക്ക് ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ലൈഫിനകത്ത് നമ്മളെ വേദനിപ്പിച്ച് ഇന്നും നമ്മൾ ആരോടെങ്കിലും ദേഷ്യം സൂക്ഷിക്കുന്നെങ്കിൽ, മനസ്സിനകത്ത് പക സൂക്ഷിക്കുന്നെങ്കിൽ, ഇന്നയാളോട് ഞാൻ മിണ്ടത്തില്ല, പിണക്കവ എൻ്റെ ആജീവനാന്തം ഞാൻ മിണ്ടത്തില്ല, ഞാൻ അവരോട് എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം എന്തുവാ? നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയാഞ്ഞിട്ടാ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരോട് ക്ഷമിക്കുകയാണ്. ഒറ്റ കണ്ടീഷൻ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഞാൻ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കടങ്ങൾ നിങ്ങൾക്ക് ക്ഷമ വേണമോ? വേണം. അപ്പം എന്ത് ചെയ്യണം? മനഃപൂർവ്വമായി നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് വിരോധമായി ചെയ്തതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് ചിന്തിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഹൃദയം ഒത്തിരി വേദനിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ നാളുകൾ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ഭയങ്കര സ്നേഹം എനിക്ക് തോന്നാറുണ്ട് പല പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയങ്ങളിലൊക്കെ. എന്താ കാര്യമെന്നറിയാമോ? മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതല്ല, അവർ ആ ചെയ്തതെല്ലാം എനിക്ക് നന്മയ്ക്കായി മാറി. കഴിഞ്ഞ നാളുകൾ എന്നെ വേദനിപ്പിച്ചത്, കഴിഞ്ഞ നാളുകൾ എന്നെ വാക്കുകളാൽ മുറിവേൽപ്പിച്ചത് എനിക്ക് സന്തോഷമായി മാറി. അല്ലെങ്കിൽ എനിക്ക് നന്മയ്ക്കായി മാറി. എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ശുശ്രൂഷയുടെ മേഖലയിൽ, എൻ്റെ പ്രാർത്ഥനാ മണ്ഡലത്തിനകത്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ പണിയുവാൻ, ഒരു പടി കൂടെ ചവിട്ടി മേളിൽ നിൽക്കുവാൻ എനിക്ക് സഹായകമായി. അതുപോലെ ചിന്തിച്ചാട്ടെ. ഇന്നലെ വന്ന പ്രതികൂലം, ഇന്നലെ ആ വ്യക്തി എന്നെ വേദനിപ്പിച്ച്, ഇന്നലെ എനിക്ക് വിരോധമായി സംസാരിച്ചത് എനിക്ക് നന്മയ്ക്കായിട്ടാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുക. പറഞ്ഞ് എല്ലാവരും കണ്ണുകളെ മൂടിയേ. നിങ്ങളെ ദ്രോഹിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ഇന്നും വേദനിപ്പിക്കത്തക്ക രീതിയിൽ തെറ്റ് ചെയ്ത് നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കുന്ന ആ വിഷയങ്ങൾ ഹൃദയം തുറന്ന് അവരോട് ക്ഷമിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിച്ചാലേ നമുക്ക് ക്ഷമ ലഭിക്കത്തില്ല. പറഞ്ഞേ, പപ്പാ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് എനിക്ക് അവരോട് പിണക്കമില്ല, ഞാൻ ആരോടും പക വെച്ചേക്കുന്നില്ല, എനിക്ക് അവരോട് ദേഷ്യമില്ല, അവർ ചെയ്തതെല്ലാം എൻ്റെ നന്മയ്ക്കായെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അവരോട് ക്ഷമിക്കുകയാണ്. ഞാൻ അവരോട് ക്ഷമിക്കുകയാണ്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഈ സമയം നിങ്ങൾ ഏറ്റവും ദൈവസന്നിധിയിൽ പറഞ്ഞേ, ഞാൻ അവരോട് ക്ഷമിക്കുക കർത്താവേ. എനിക്ക് അവരോട് പകയില്ല, എനിക്ക് അവരോട് ദേഷ്യമില്ല, എനിക്ക് അവരോട് പിണക്കമില്ല. അവരെന്നെ തകർക്കുവാൻ വേണ്ടി ചെയ്തതാ, പക്ഷെ എനിക്കെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു തരുവാൻ, അതിനെ മാറ്റി തരുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് ഞാൻ അറിയുന്നു. ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു. മനഃപൂർവ്വമായി ഞാൻ അവരോട് ക്ഷമിക്കുകയാണ്. നമ്മൾ അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് നമുക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ശകലധുരബലവശംധരേ ഹല്ലേലൂയ. പറഞ്ഞ കർത്താവ് ഞാൻ ക്ഷമിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. ഇനി നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞാണ് നമ്മളെന്നത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വലം കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ച്, നിങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ച്, എന്നിട്ട് പറഞ്ഞേ, എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞ, യേശുവേ, അങ്ങ് എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ പ്രാണൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും കർത്താവാകുന്നു. ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ എൻ്റെ വീണ്ടെടുപ്പ് പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയിലൂടെ എനിക്ക് സകല മേഖലകൾക്കകത്തും ജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും ശരീരത്തിൻ്റെയും കർത്താവാകുന്നു. ആമേൻ.
കർത്താവിനോട് നമ്മൾ ക്ഷമ ചോദിക്കാൻ പോവുകയാണ്. നമ്മളോട് കുറ്റം ചെയ്തവരെ നമ്മൾ ക്ഷമിച്ചു. കർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നേരത്തെ നമ്മൾ കേട്ട ജനറേഷനാൽ വന്നിട്ടുള്ള പാരമ്പര്യമായി വന്നിട്ടുള്ള എല്ലാ കുറവുകളെയും നമ്മുടെ പിതാക്കന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ്. ഈ സമയം തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളിൽ നിന്ന് അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് സമയം ഒത്തിരിയില്ല നമ്മുടെ മുമ്പിൽ. നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ശകല പറഞ്ഞേറ്റു പറഞ്ഞ കഥാവേ, അന്യദൈവാരാധന വന്നിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെത് അപഹരിച്ചിട്ടുണ്ട്, ദൈവസന്നിധിയിൽ കുറവ് വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ക്ഷമിക്കണം, എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. പറഞ്ഞേ കർത്താവിനോട് പറഞ്ഞേ. ഇപ്പം നിങ്ങളും ദൈവമായിട്ടുള്ള സമയമാണ്. കർത്താവിനോട് പറഞ്ഞേ പപ്പാ, ഞാൻ എന്നോട് ക്ഷമിക്കണമേ പപ്പാ, ക്ഷമിക്കണമേ. അന്യദൈവാരാധന മൂലം എന്നിൽ വന്നുപോയ കുറവുകൾ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പിതാക്കന്മാർ അന്യദൈവങ്ങളെ ആരാധിച്ചത് മൂലം എന്നിൽ വന്നുപോയ പാപത്തെ ക്ഷമിക്കണം. ആമേൻ. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം നിറവേറ്റാൻ കഴിയാതെ എന്നിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണം. കഴിഞ്ഞ പൂർവ്വപിതാക്കന്മാരിലും എന്നിലും ആഭിചാരത്താലെ, കൈനോട്ടത്താലെ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ. ബലഹീനരത് ഉപദ്രവിച്ചത് മൂലം എന്നിൽ വന്നുപോയിട്ടുള്ള, എൻ്റെ കുടുംബത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ക്ഷമിക്കണമേ. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത് മൂലം എന്നിൽ വന്നുപോയ, എൻ്റെ പിതാക്കന്മാരിൽ വന്നുപോയ കുറവുകൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. കൊലപാതകം, ഭ്രൂണഹത്യ, ഇങ്ങനെ തുടങ്ങിയതിലൂടെ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ വന്നിട്ടുള്ള ഏതെങ്കിലും കുറവുകളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ചാട്ടെ. ദൈവഹിതമല്ലാത്ത ഹല്ലേലൂയ ലൈംഗിക ജീവിതത്താൽ, അങ്ങനെയുള്ള വിഷയങ്ങളാൽ എന്നിലോ എൻ്റെ പിതാക്കന്മാരിലോ വന്നുപോയിട്ടുള്ള കുറവുകളാൽ വന്ന ശാപങ്ങളെ മാറ്റത്തക്കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തെയും ദൈവത്തിൻ്റെ മക്കളെയും ദൈവദാസന്മാരെ, ദൈവജനത്തെ കുറ്റം പറഞ്ഞത് മൂലം, പരിശുദ്ധാത്മാവിന് വിരോധമായി കുറ്റം പറഞ്ഞത് മൂലം എൻ്റെ മേലോ എൻ്റെ പിതാക്കന്മാരുടെ മേലോ പാപം വന്നത് ശാപകാരണമായി കിടക്കുന്നെങ്കിൽ പപ്പാ ക്ഷമിക്കണമേ. പറഞ്ഞേ ക്ഷമിക്കണമേ. മോഷണം, പിടിച്ചുമറി, ദൈവത്തിൻ്റെ വസ്തു, ദൈവത്തിൻ്റെ സമ്പത്ത് അപഹരിച്ചത് മൂലം വന്നുപോയ ശാപത്തെ, വന്നുപോയ കുറവിനെ പപ്പാ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെത് ഹല്ലേലൂയ, ദൈവത്തിനുള്ളതാണല്ലോ. ക്ഷമിക്കണമേ പപ്പാ. ആ വിഷയങ്ങളെ ക്രമീകരിപ്പാൻ സഹായിക്കണമേ. മാതാപിതാക്കളുടെ ശാപം എൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതിനോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഈ വക പാപങ്ങൾ ഏറ്റുപറയുന്നു. പറഞ്ഞേ കർത്താവേ, എന്നെ കഴുകണമേ പപ്പാ. ഹല്ലേലൂയ. കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, എൻ്റെ പിതാവിൻ്റെ 4ാം തലമുറ പിൻപിലേക്കുള്ള പൂർവ്വപിതാക്കന്മാരും എൻ്റെ മാതാവിൻ്റെ 4ാം തലമുറ വരെയുള്ള പൂർവ്വപിതാക്കന്മാരും ചെയ്തുപോയ പാപങ്ങളാൽ വന്നിട്ടുള്ള സകല ശാപങ്ങളെയും അതിനെ തുടർന്ന് എന്നിൽ, എൻ്റെ കുടുംബത്തിനകത്ത് നന്മയ്ക്ക് വിരോധമായി വന്നിരിക്കുന്ന എല്ലാ ശാപങ്ങളെയും എന്നിൽ നിന്ന് പൂർണ്ണമായി മാറ്റി ഞാൻ അങ്ങയോട് എനിക്ക് വേണ്ടി അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിന് അവകാശിയാകുവാൻ തക്കവണ്ണം എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ വന്ന പാപങ്ങൾക്കായി ഞാൻ അവരുടെ പ്രതിനിധിയായി നിന്ന് അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അതിലൂടെ എന്നിലേക്കും എൻ്റെ തലമുറകളിലേക്കും വന്നിരിക്കുന്ന സകല ശാപങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ആത്മാവ്, പ്രാണൻ, ശരീരം ശുദ്ധീകരിക്കപ്പെടട്ടെ. എൻ്റെ ആത്മാവ്, പ്രാണൻ, ശരീരം ഇവയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ആമേൻ. ഇത് പറയുമ്പോൾ
കർത്താവിങ്കിൽ നിന്നുള്ള നീതീകരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അയച്ചിരിക്കുകയാണ്. ആമേൻ പറഞ്ഞേ, ആമേൻ. വചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 10:19 വാക്യം, നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. യേശു കർത്താവ് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിപ്പാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യാതൊന്നും ഒന്നും ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഹല്ലേലൂയ. ഈ സമയം നമ്മുടെ മേൽ വന്നു കിടക്കുന്ന ശാപങ്ങളെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മേൽ നമ്മൾ പാപമേറ്റു പറഞ്ഞു, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ മേൽ ആമേൻ ഹല്ലേലൂയ അതിനുള്ള യോഗ്യത വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുക. ശത്രുവിൻ്റെ ലീഗലായിട്ടുള്ള സകല അധികാരത്തെയും ബ്രേക്ക് ചെയ്യാൻ പോവുക. ആമേൻ. എന്നോട് ചേർന്ന് പറഞ്ഞേ, എൻ്റെ പിതാവിൻ്റെ 4ാം തലമുറയുള്ള പൂർവ്വപിതാക്കന്മാരും എൻ്റെ മാതാവിൻ്റെ 4ാം തലമുറ വരെയുള്ള പൂർവ്വപിതാക്കന്മാരും ചെയ്ത പാപങ്ങളാൽ വന്ന ശാപം മുഖാന്തരം എന്നിൽ വന്ന സകല ശത്രുവിൻ്റെ നിയമപരമായ അവകാശത്തെയും ഞാൻ യേശുവിൻ്റെ പൈതലായി നിന്നുകൊണ്ട്, ആ അധികാരത്തിൽ നിന്നുകൊണ്ട് അതിനെ ഖണ്ഡിക്കുന്നു. ശാപങ്ങൾ ബ്രേക്കാകട്ടെ. ശത്രുവിൻ്റെ സകല നിയമപരമായ അധികാരത്തെയും ഇന്ന് പകൽക്കാലം ഞാൻ ഖണ്ഡിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വിടുതലുകളെ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. കൂടെ പറഞ്ഞേ, പാരമ്പര്യ ശാപങ്ങൾ മുഖാന്തിരം എന്നിൽ അവകാശം പറഞ്ഞ സകല പൈശാചിക ശക്തികളെയും അതിൻ്റെ സ്വാധീനങ്ങളെയും ഞാൻ പുറത്താക്കുന്നു. എന്നെ വിട്ട്, എൻ്റെ തലമുറകളെ വിട്ട് മാറിപ്പോവുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിപ്പാൻ അധികാരം തന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ്റെ സകല ശാപങ്ങളാലും വന്നു കിടക്കുന്ന സകല ശത്രുവിൻ്റെ അവകാശങ്ങളെയും സകല ശത്രുവിനെയും എന്നിൽ നിന്ന് കൽപ്പിക്കുന്നു. എല്ലാവരും സൈലൻ്റായി ദൈവസ്ഥാനിൽ ഏൽപ്പിച്ചു കൊടുത്തേ. സൈലൻ്റായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. അന്യഭാഷ പറയണ്ട, പ്രാർത്ഥിക്കേണ്ട, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. ഈ സമയം നിങ്ങൾക്ക് വിരോധമായി കിടക്കുന്ന ഏതെങ്കിലും ശത്രുവിൻ്റെ ആധിപത്യങ്ങൾ നിങ്ങളുടെ പ്രാണനിലോ ആത്മാവിലോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോകാനുള്ള സമയമാണ്. ഏമ്പക്കം പോലെ വരുന്നെങ്കിൽ അങ്ങ് പുറത്ത് വിടുക, പിടിച്ചു വെക്കരുത്. കോട്ടായി പോലെ വരുന്നെങ്കിൽ പുറത്ത് വിടുക, പിടിച്ചു വെക്കരുത്. നിങ്ങളതിനെ ശാസിച്ച് വിട്ടേക്കുക. അത് പുറത്ത് പൊക്കോട്ടെ. ചെയ്യാൻ തോന്നുവാണെങ്കിൽ പൊക്കോട്ടെ. വിയർക്കുവാണെങ്കിൽ അതങ്ങ് പുറത്ത് പൊക്കോട്ടെ. ശകാലധാരബശംധരകലഭ. എവിടെയെങ്കിലും ശരീരത്തിൽ വേദന തോന്നുന്നെങ്കിൽ അതിനൊന്നും കാര്യമാക്കണ്ട, അങ്ങ് പൊക്കോട്ടെ. ആമേൻ. ഈ സമയം ആരും പ്രാർത്ഥിക്കുന്നില്ല, ഫ്രീ ആയിട്ട് നിന്നേ. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ കിടന്ന നിയമപരമായ ശത്രുവിൻ്റെ അവകാശങ്ങളെ ഇവരുടെ വാക്കുകളാൽ, ഇവരുടെ അതോറിറ്റിയാൽ ഇവരതിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനിയും ഏതെങ്കിലും ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ ഇവരുടെ പ്രാണനിലോ ശരീരത്തിലോ ആമേൻ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർ ആത്മമണ്ഡലത്തിനകത്തോ മറഞ്ഞു നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ശരീരങ്ങൾക്കകത്തന്ന ആമേൻ അവരുടെ പ്രാണനകത്തന്ന അതിനെ ശാസ്ത്രീയ പ്രധാനം അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ശരീരങ്ങൾ ഫ്രീ ആകട്ടെ. അവരുടെ മനസ്സ് ഫ്രീ ആകട്ടെ. അവരുടെ മേൽ ദൈവിക സന്തോഷം വരട്ടെ. വിട്ടുമാറട്ടെ. അശുദ്ധ മണ്ഡലങ്ങളുണ്ടെങ്കിൽ സൈലൻ്റായിട്ട് വിട്ടുമാറട്ടെ. വിട്ടുമാറ ശരീരങ്ങളെ വിട്ടുമാറുക. കെട്ടുകൾ പൊട്ടുക. അകത്തളങ്ങൾ നിങ്ങൾ അറിയാതെ ഒതുങ്ങിക്കിടന്ന ചില മണ്ഡലങ്ങൾ പുറത്തു മാറുന്നു.
ഐശ്വര്യങ്ങൾ ഫ്രീ ആകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തെ ആമേൻ ഞങ്ങളുടെ രക്തം കൊണ്ട് മുദ്രയിടുകയാണ്. ഇവരുടെ ആത്മാവ്, പ്രാണൻ, ശരീരങ്ങൾ ഒരുപോലെ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. മഹത്വം ചലിക്കണം. കഥാവേ, അങ്ങയുടെ സ്വാതന്ത്ര്യം ഇവരുടെ സകല മേഖലകൾക്കകത്ത് ഇവർ അനുഭവിക്കട്ടെ. തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ പൂർണ്ണമായ വിടുതലുകളിലേക്ക് സ്വർഗം അങ്ങയുടെ ജനത്തെ കൊണ്ടുവരണം. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വായികളെ തുറന്ന് സ്തോത്രം പറഞ്ഞേ. ആ കരങ്ങളെ തട്ടിയൊന്ന് കഥാവിനെ സ്തുതിച്ചേ. മഹത്വത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ കർത്താവേ. ചില മണ്ഡലങ്ങളെ ജയിച്ച് ദൈവജനം പുറത്തു വരുന്നതിനോ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദുരാവശാബാരം ദേരഗലേ ധരദേ രഗദേ രബലാ ധേരേ ഉച്ചേരബലം ധുരവശബരം ദേരഗദേ രബാല ധേരേ രാവശം ദേ രേഗാ ധേരേ രാബാ ധുരവശബരം ദാരഗദാ രം ദേരേ രേഗ ശാബാരം ധേ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികളിലേക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം സ്വർഗം ഞങ്ങളുടെ മേൽ തന്നിരിക്കുമ്പോൾ ആ അഭിഷേകത്തിൽ നിലനിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യണം. ഇനിയും ഈ വിഷയങ്ങൾക്കകത്തുനിന്ന് വിടുതലെടുക്കേണ്ടവരുണ്ട്. വരും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അവർ ഏറ്റുപറയാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ളത് പറഞ്ഞ ദൈവസൻ പൂർണ്ണ വിടുതലിലേക്ക് വരട്ടെ. മഹത്വത്തിൻ്റെ കരമിറങ്ങണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.